ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ? ഈ ശബരിമലയുടെ പ്രചരണാർത്ഥം നമ്മുടെ മലേഷ്യ, ശ്രീലങ്ക, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സ്മൃതിയോടെ ചിരി തുടങ്ങി. അല്ല, ഞാൻ കേൾക്കുക. അല്ലാതെ പറഞ്ഞേ. അപ്പം പിന്നെ ശബരിമലയുടെ പ്രചരണാർത്ഥം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കേരളത്തിലേക്ക് ആളെ കൊണ്ടുവന്ന് അവരെ ക്ഷണിച്ച് ഹോട്ടലിൽ താമസിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാക്കി തിരിച്ചുവിടുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതിന് 3-4 കാര്യങ്ങളാണ്. ഒറ്റ കാര്യമുള്ളൂ, അത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള ഒറ്റ പ്ലാനാണ്. ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനെ സ്പോൺസറെ കണ്ടെത്തണം. ഈ സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടി സർക്കാർ സമയം കൊടുത്തോ? കേരളത്തിലെ മാധ്യമങ്ങളും സർക്കാർ എല്ലാവരും കൂടി എന്തൊക്കെ ബഹളാണല്ലേ അന്ന് തുടങ്ങി. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്ത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണോ ആഗോള അയ്യപ്പൻ നടത്തിയത്, അന്ന് വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റി എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ ബഹളാണ്. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ 5 കോടി രൂപ ഈ റിലീജിയസ് ഇവൻറ്റുകൾ നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡിന് കൊടുക്കാം. 5 കോടി കൊടുക്കാം. അതൊരു പ്രത്യേക അക്കൗണ്ട് തയ്യാറാക്കി ആ അക്കൗണ്ടിലേക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. 3 കോടി രൂപ വകയിരുത്തി ആ 3 കോടി രൂപയിൽ എങ്ങനെയാണ് 5 കോടി രൂപ വകയിരുത്തി 5 കോടി രൂപ വകയിരുത്തി അതിൻ്റെ അത് ഇത് കണ്ടെത്തി. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലല്ലോ. എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പറഞ്ഞത്? എന്താണ് ഹൈക്കോടതിയിൽ പറഞ്ഞത്? സ്പോൺസർഷിപ്പ് പിരിച്ച് ഈ പണം തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പ് തിരിച്ച് കൊടുക്കണമെങ്കിൽ അതിന് സമയം വേണം. കാരണം ആദ്യം സ്പോൺസർഷിപ്പ് മേടിച്ചിട്ട് പരിപാടി നടത്താൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സ്പോൺസർഷിപ്പ് പിരിക്കണം. ഈ സ്പോൺസർഷിപ്പ് പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ പരിപാടി നടത്തണം. ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ 3 കോടി രൂപ വകയിരുത്തുന്നത്. ഈ 3 കോടി രൂപ 5 കോടി രൂപ വകയിരുത്തുന്നത്. 5 കോടി രൂപ ഈ റിലീജിയസ് ഇവൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള പണമാണ്. അത് ദേവസ്വം ബോർഡിന് ഓൾറെഡി നീക്കിയിരിപ്പുണ്ട്, കഴിഞ്ഞ വർഷം നീക്കിയിരിപ്പുണ്ട്. അതെടുക്കുന്നു. അതിലേക്കാണ് ഒന്ന് കേരള ബാങ്കിനെയും ഒന്ന് ധനലക്ഷ്മി ബാങ്കിനെയും കണ്ടെത്തുന്നത്. ഓരോ കോടി വെച്ച് 2 കോടി രൂപ കണ്ടെത്തുന്നു. അത് കണ്ടെത്തി ആ പണം എന്ത് ചെയ്തു? ആ പണം അതാത് കിട്ടിയ സമയങ്ങളിൽ തിരിച്ചടച്ചിട്ടുണ്ട്. പിന്നീട് 1 കോടി രൂപ കൂടെ തിരിച്ചടച്ചു, അല്ലേ? 1 കോടി രൂപ കൂടെ തിരിച്ചടച്ചു. അടച്ചില്ല, അടയ്ക്കുമെന്ന് പറയുന്നു. അപ്പം അതെന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 1 കോടി രൂപ ഓൾറെഡി ബില്ല് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. ആ റവന്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്ര ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്ന് ഇവിടെ നിയമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര ദിവസം കൊണ്ട് ഈ വകയിരുത്തിയ പണം തിരിച്ചടച്ചാൽ മതിയല്ലോ. ആ അടയ്ക്കുന്ന സമയം ശരിക്കും അവിടെ ഗ്യാപ്പ് ഉണ്ട്. കാരണം 5 കോടി രൂപ വകയിരുത്തി, സ്പോൺസർഷിപ്പ് കിട്ടി, കാൽക്കുലേഷൻ നടത്തിയ പണം തിരിച്ചടയ്ക്കുക എന്നുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തത്? റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം റിപ്പോർട്ട് എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് റിപ്പോർട്ടാണ്. കാരണം എന്താണോ ചാർട്ടേഡ് അക്കൗണ്ട് ഏജൻസിക്ക് ദേവസ്വം കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അത് എസ്റ്റിമേറ്റഡ് റിപ്പോർട്ടാണ്. ആ എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് വെച്ചിട്ട് അതൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഹൈക്കോടതി സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ബില്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ ആക്ച്വൽ ഇൻവോയ്സ് അല്ല എന്ന് പറയും. ഇപ്പം ഒരു എസ്റ്റിമേറ്റാണ് കൊടുക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവളത്തെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ കുമരകത്തെ ഒരു ഹോട്ടലിൽ 25 ലക്ഷം രൂപ കൊടുത്തു എന്ന് വെക്കുക. 25 കൊടുക്കുമ്പോൾ അവൾ ഓൾറെഡി ഞങ്ങൾ 250 പേർക്ക് താമസിക്കാനുള്ള റൂമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് അവർക്ക് കൊടുക്കും. ആ എസ്റ്റിമേറ്റാണ് എവിടെ ഉണ്ടാവുക? ദേവസ്വത്തിൻ്റെ കണക്കുണ്ടാവുക. ആ കണക്ക് വെച്ചിട്ടാണ് എവിടെ കൊടുത്തിട്ടുണ്ടാവുക? ഈ പറയുന്ന ഓഡിറ്റർക്ക് കൊടുക്കുക. ഓഡിറ്റർ അത് നോക്കുമ്പോൾ നോർമലി ശരിയായിരിക്കും. കാരണം ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞ് യഥാർത്ഥ ബില്ല് വാങ്ങി ചാർട്ടേഡ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിയാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് കൊടുക്കുന്നത് ദേവസ്വം കമ്മീഷനാണ്. അത് കൊടുത്തിട്ടുണ്ടാവില്ല. ആ കൊടുക്കാനുള്ള സമയതാമസമാണ് ഞാൻ പറയുന്നത്. കൊള്ള, തട്ടിപ്പ്, പിന്നെന്താണ് പറ്റിക്കൽ, ഇതൊക്കെ നടന്നു എന്ന് പ്രസ്താവിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടല്ല, ഇത് കൊടുക്കാനുള്ള സമയം അവിടെയുണ്ട്. അത് കൊടുത്തിട്ട് ആ കണക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായി തീരും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തായാലും 3 കോടി രൂപ 3 കോടി രൂപ സ്പോൺസർഷിപ്പ് കൂടെ കണ്ടെത്തി കഴിഞ്ഞല്ലോ. സ്പോൺസർഷിപ്പ് കൂടെ കണ്ടെത്തി ഈ പറയുന്ന പണം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് റീകൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 കോടി രൂപേൻ്റെ റീകൂപ്പ് ചെയ്യാനേ ഉള്ളൂ. 1 കോടി രൂപ താഴെ ഞാൻ മനസ്സിലാക്കുന്ന 1 കോടി രൂപ താഴെ സ്പോൺസർഷിപ്പ് കണ്ടെത്തേണ്ട പണം ഉണ്ടാവും എന്നുള്ളതാണ്. അത് യഥാർത്ഥ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കുറവുണ്ട് കൂടുതലുണ്ട് നോക്കി അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയുന്നത് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ അയ്യപ്പ സംഗമം തുടങ്ങുന്നതിനെ മുന്നേ പ്രശ്നമാണ് കേട്ടോ. എന്തോ ഇടത് സർക്കാരിൻ്റെ ഇടത് ഹിന്ദുത്വ നിലപാട് കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെന്ന് ആ കാലം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പറഞ്ഞ കണക്ക് വന്നുകൊണ്ട് മാത്രം പറയല്ല, തുടങ്ങിയ സമയം തുടങ്ങി പറഞ്ഞിരിക്കുകയാണ്. അത് കുറച്ചുകൂടി ഊട്ടി ഉറച്ചു ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കാറിൽ കയറിയ സംഭവം കൂടെ കൂടിയിട്ട്. പിന്നെ എന്താണ് സംഭവം? പിന്നെന്തോ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി, ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി അയ്യപ്പ സംഘം നടത്തുന്നു. ഹിന്ദുക്കളുടെ വോട്ട് അയ്യപ്പ സംഘം നടത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. എന്താണ് സംബന്ധിച്ചത്? 1000 കോടി രൂപയുടെ മേലെയുള്ളൊരു വികസന പ്രവർത്തനം ശബരിമലയ്ക്ക് ആവശ്യമാണ്.
ഈ ആവശ്യം എന്ന് പറയുന്നത് അത് ദീർഘകാലമായ ഈ ഭക്തരുടെ ആവശ്യമാണ്. അവിടുന്ന് ഞാൻ പറയുന്നില്ലേ, ഈ പറയുന്ന മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഈ പറയുന്ന ശ്രീലങ്കയിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന ജനങ്ങൾക്ക് പ്രോപ്പറായി യാത്ര ചെയ്യാൻ വഴികളില്ല, സംവിധാനം വഴി നല്ല രീതിയിൽ ബാത്റൂം പോലും അവിടെ ഇല്ല. ഇതിനെല്ലാം വലിയ മാസ്റ്റർ പ്ലാൻ നടത്തണം. അവിടുത്തെ വേസ്റ്റുകൾ മാനേജ് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളില്ല. ഇതെല്ലാം നമ്മൾ ഒന്നും നടത്തണ്ട, സംവിധാനം നടത്തണം. ഇതെല്ലാം സർക്കാരിൻ്റെ പണം, ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്ത് നടത്തിയാൽ മതി എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയല്ല. സർക്കാരിൻ്റെ പ്ലാൻ എന്താണ്? കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള കുറേ അയ്യപ്പ വിശ്വാസികളുണ്ട്. ഇവർ ശബരിമലയിലേക്ക് നമ്മളിപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ അടുത്ത് 2014-ലും 2015-ലൊക്കെ പിന്നെന്താണ് കൊടിമരത്തിന് വേണ്ടിയിട്ട് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്ന കണ്ടല്ലോ. എവിടെയും കണക്ക് കണ്ടില്ലല്ലോ, എവിടെയും കണക്ക് കണ്ടില്ല. അവിടെ കൊണ്ടുപോയി സ്വർണ്ണം നിക്ഷേപിക്കുന്നുണ്ട്, സ്വർണ്ണം ഉരുക്കുന്നിടത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അജയ് തറയിൽ എന്താ പറഞ്ഞെന്നറിയോ? അതിനൊന്നും കണക്കില്ല. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കൊണ്ട് സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, അത് കണക്കിട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കണക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറയും. അതിന് കണക്ക് കൊടുക്കാൻ സമയം കൊടുത്തിട്ടില്ല കേട്ടോ. സർക്കാർ ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ സമയം കൊടുത്തില്ല. അതിന് മുന്നേ തുടങ്ങി തട്ടിപ്പ്. 147 ദിവസമായി. 45 ദിവസം അല്ല, പ്രസിഡന്റ് 45 ദിവസത്തെ കാര്യങ്ങൾ പറയണം. 44 ദിവസമായി. 44 ദിവസമാണ് കൊടുത്തത്. അല്ല, ഞാൻ പറയുന്നത് 40 നീട്ടി കൊടുത്തു. സമയം ഒരു 6 മാസം കൂടെ തരാം. ഒരു രേഖയാണ്, ബില്ലാ കൊടുക്കണ്ടേ. ഹൈക്കോടതി സമയം നീട്ടി കൊടുക്കുന്നത് അത് പറ്റില്ലേ? ഹൈക്കോടതിക്ക് സമയം നീട്ടി കൊടുക്കാൻ പറ്റില്ലേ? അല്ല, കൊടുത്തു. അതന്നെ പറഞ്ഞത് സമയമുണ്ട്. ഇനി 21 കൊടുത്താൽ മതി. സമയം ഉണ്ടപ്പോ 21-ാം തീയതി കൊടുത്താൽ പോരെ ഹൈക്കോടതി? അല്ല, ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തി, അല്ല ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. പൊരുത്തക്കേടുകൾ കാണുന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ തരണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അല്ല, അത് പക്ഷേ അങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്. അവിടെ എന്തോ വലിയ കൊള്ള നടന്നല്ലോ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് 2014 അവിടെ കൊണ്ട് സ്വർണ്ണത്തിന് നടക്കണ്ടോ? കോൾ ഫോർ എ ഡീറ്റെയിൽഡ് റെസ്പോൺസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റേഷൻ ഫ്രം ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. കണക്കുകളിൽ ചില അവ്യക്തത ദേവസ്വം ബോർഡ് ഡോക്യുമെന്റ് ഹാജരാക്കണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടുത്ത് കിട്ടിയ കണക്കും എസ്റ്റിമേറ്റും പ്രകാരം വെച്ചിട്ട് അദ്ദേഹം ആ ഡേറ്റ് ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്? ഇനി 1 കോടി രൂപ കണക്കും കൂടി ഉണ്ടാക്കിയിട്ട് അത് ക്ലാരിറ്റിയോടുകൂടി കൊടുത്താൽ മതി. ഞങ്ങൾ പറയും 21-ാം തീയതി കണക്ക് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം, അത് കേൾക്കാൻ ശരിയാണ്. അതിന് മുന്നേ തെറ്റുണ്ടെന്ന് പറയുന്നത് അവ്യക്തമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. Meet the editors.